പോലും ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ തുടങ്ങി. അത്തരമൊരു ഘട്ടത്തിലാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്നത്. നരേന്ദ്രമോദിയുടെ സർക്കാർ 2016 അധികാരത്തിൽ വരുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളോടായി പറഞ്ഞു, കാർഷിക മേഖലയിലെ പ്രശ്നം കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില, സംഭരണ വില സർക്കാർ ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് MS സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത കാർഷികോൽപ്പന്നങ്ങളുടെ സംഭരണ വില ഈ ഇന്ത്യ രാജ്യത്ത് BJP അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ കൊണ്ടുവരും. ഉൽപാദന ചെലവിന്റെ ഇരട്ടി വില നിശ്ചയിച്ച് ആ വിലക്ക് ആനുപാതികമായ വിലക്ക് ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഇന്ത്യയിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കും. വലിയ പ്രതീക്ഷയാണ് കർഷകരിൽ ഇതുണ്ടാക്കിയത്. എന്നാൽ 2016 അധികാരത്തിൽ വന്ന മോഡി സർക്കാർ കാർഷിക മേഖലയോട് മുൻകാലങ്ങളിൽ കോൺഗ്രസ് സർക്കാരുകൾ സ്വീകരിച്ച നയത്തിൽ നിന്ന് ഒട്ടും വ്യത്യാസമുള്ള ഒരു നയവും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, കുറെ കൂടി ജനവിരുദ്ധ നയങ്ങളിലേക്ക് തിരിയുന്ന സ്ഥിതിയാണ്. 3 പ്രധാനപ്പെട്ട കരിനിയമങ്ങൾ നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു, പാർലമെന്റ് പാസാക്കി. ആ 3 കരിനിയമങ്ങളും കർഷകർക്കെതിരായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ കാർഷികോൽപ്പന്നങ്ങളുടെ സംഭരണത്തിന്റെയും സംസ്കരണത്തിന്റെയും മേഖലയിൽ ഇന്ത്യ രാജ്യം സ്വീകരിച്ചിരുന്ന പരമ്പരാഗതമായ നിലപാടുകളാകെ തകർത്തെറിയുന്ന എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിന്റെ അമെന്റ്മെന്റ് ആണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതികൂലമായി നമ്മളെ ബാധിക്കുന്ന ഈ 3 കരിനിയമങ്ങളും ഈ രാജ്യത്തെ കർഷകരെതിരാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ രാജ്യത്ത് 500-ലധികം വരുന്ന കർഷക സംഘടനകൾ രാജ്യത്താകെ നടത്തിയ അത്യുജ്വലമായ സമരങ്ങളുടെ ഫലമായിട്ടാണ് 2020 പാർലമെന്റ് പാസാക്കിയ കരിനിയമങ്ങൾ ജനകീയ ശക്തിക്ക് മുന്നിൽ, കർഷക സമരത്തിന് മുന്നിൽ പിൻവലിച്ച് കർഷകരോട് മാപ്പ് പറയേണ്ടി വന്നത്. ആ മാപ്പ് പറയേണ്ടി വന്ന കർഷക സമരത്തെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ടെടുത്ത കള്ളക്കേസുകൾ മുഴുവൻ പിൻവലിക്കുമെന്നും സമരഭൂമിയിൽ പിടഞ്ഞു വീണ് മരിച്ച കർഷകർക്ക് കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും വൈദ്യുതി സ്വകാര്യവൽക്കരണം ഉൾപ്പെടെയുള്ള നയസമീപനങ്ങൾ പിൻവലിക്കുമെന്നും നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ കർഷകർക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു, കരാറായിരുന്നു. ആ കരാറുകളൊന്നും പാലിക്കപ്പെട്ടില്ല. അതിന്റെ ഫലമായി ഈ രാജ്യത്തെ കർഷകർ വീണ്ടും ഒരു സമരത്തിന് തയ്യാറെടുക്കുകയാണ്. ഇന്ന് ഈ രാജ്യത്തെ മുഴുവൻ കർഷകരും തൊഴിലാളികളും നാനാ ജനവിഭാഗങ്ങളും ഒത്തുചേർന്നുകൊണ്ട് ജയിൽ നിറക്കൽ സമരം സംഘടിപ്പിക്കുകയുണ്ടായി. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പൊതുനിരത്തുകളിലും രാജ്യവ്യാപകമായി ജനലക്ഷങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി അതിശക്തമായ സമരം സംഘടിപ്പിച്ചു. ഇതിന് തുടർച്ചയായി ഈ വരുന്ന 17-ാം തീയതി കിസാൻ സംയുക്ത മോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരെ കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ 300-ഓളം വരുന്ന കർഷക സംഘടനകളാണ് ഇപ്പോൾ ഒരുമിച്ചുള്ളത്. ആ 300-ഓളം വരുന്ന കർഷക സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും പ്രതിപക്ഷ നേതാവിനെയും MP-മാരെയും മന്ത്രിമാരെയും എല്ലാം കണ്ട് ഈ രാജ്യം കാർഷിക രാജ്യമായി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തെ കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്ന, കർഷകർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിനെതിരായി ഏറ്റവും ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. ഈ തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിൻവലിയണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറെടുക്കുന്ന, ഇത്തരം പ്രക്ഷോഭ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്ന ഇന്ത്യയിലെ കർഷക പ്രസ്ഥാനത്തെ അതിന്റെ ഊർജ്ജസ്വലത മെച്ചപ്പെടുത്താൻ, അതിന്റെ പ്രക്ഷോഭങ്ങൾക്ക് നാന്ദി കൂട്ടാൻ, ആ പ്രക്ഷോഭങ്ങളിലൂടെ ഈ രാജ്യത്തെ ഭരണകൂടത്തെ തിരുത്താൻ കരുത്തുള്ളവരാണ് ഇന്ത്യയിലെ കർഷകർ എന്ന മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും യുവാക്കളും രാജ്യത്തെ നാനാ ജനവിഭാഗങ്ങളും ഒത്തുചേരുന്ന ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങൾക്ക് ഈ സമ്മേളനങ്ങൾ ആലോചന നടത്തുകയാണ്. കർഷക സംഘത്തിന്റെ ജില്ലാ സമ്മേളനം കഴിഞ്ഞാൽ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബറിൽ ആലപ്പുഴയിൽ ചേരുകയാണ്. സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസത്തിൽ തെലങ്കാനയിൽ വെച്ച് ദേശീയ സമ്മേളനം ചേരുകയാണ്.
ഈ സമ്മേളനങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് ഈ രാജ്യത്തെ കർഷകരുടെ പ്രശ്നങ്ങളാണ്. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പോരാട്ടങ്ങളിൽ ജാതിമത ചിന്തകൾക്ക് അതീതമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ കേരള കർഷക സംഘം പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ സഖാവ് ജോർജുമാർക്ക് പതാക കൈമാറുന്നു. അടുത്തത് കർഷക സംഘത്തിന്റെ നേതാവായിരുന്ന ചരിത്രമിറങ്ങുന്ന വേങ്ങരയുടെ മുന്നിൽ പ്രൗഢഗംഭീരമായി തുടക്കം കുറിക്കുകയാണ്. സമ്മേളനത്തിൽ ഉയർത്താനുള്ള പതിമറിക്കാതെയുള്ള ഈ വാഹനത്തിന്റെ തൊട്ടുപിറകെ കുഞ്ഞിത്തുകയോടെ ആവശ്യമാക്കി നാട്ടും നഗരം ഇടത്തി വരിച്ച് വേങ്ങരയുടെ ചരിത്രപതികളെ കടന്നുവരികയാണ്. ഈ ജാഥ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ബഹുമാനപ്പെട്ട ജാഥ ക്യാപ്റ്റൻ പത്നി ചില്ലുമേടത്തി പതാക കൈമാറുന്നു. അടുത്തായി പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ കച്ചേരിപ്പടിയിലെ ബ്രാഞ്ച് സെക്രട്ടറിയും കർഷക സംഘത്തിന്റെ നേതാവുമായിരുന്ന സഖാവ് മനോഹരന്റെ പേരിലുള്ള സ്മരണ പുതുക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ പത്നി പതാക കൈമാറുന്നു. 10-ാം തീയതി വേങ്ങരയിലെ സമ്മേളന നഗരിയിൽ സംഗമിക്കുകയാണ്. 11-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ആസ്വാദക ഹൃത്തടങ്ങളിൽ പാട്ടിന്റെ പാലാടി തീർക്കുന്ന ആലാപന മികവ് കൊണ്ട് ശ്രദ്ധേയരായ റെഡ് ബാൻഡ് കാലിക്കറ്റ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന നിരവധി ഗായകന്മാർ അണിനിരക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് 12-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 4:30 ചരിത്ര രീതികളെ പുറകിൽ പൊളിച്ചുകൊണ്ട്